അപ്പം ദേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോട്ടയം ലുലു മാളിലേക്കാണ് കേട്ടോ. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നമ്മൾ ഇന്നാണ് കേട്ടോ പോയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനും ചേച്ചിയും കൂടെയാണ് പോയത്. ഇതാണ് കേട്ടോ ലുലു മാളിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇങ്ങനെ നമ്മൾ എൻട്രൻസ് വഴി അകത്തേക്ക് പോകുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 2 ഫ്ലോറായിട്ടാണ് കേട്ടോ. മേളത്തെ ഫ്ലോറിൽ ലുലു ഫാഷൻ സ്റ്റോറും ഫുഡ് കോർട്ടും ഒക്കെ കേട്ടോ വരുന്നത്. താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റും പിന്നെ 1-2 സ്റ്റോഴ്സും ആണ് കേട്ടോ വരുന്നത്. 1-2 അല്ല, കുറച്ച് സ്റ്റോഴ്സ് ഉണ്ട് അതിനകത്ത്. ഇത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നമുക്ക് പിള്ളേരെയൊക്കെ ആയിട്ട് വന്നാൽ എക്സ്പ്ലോർ ചെയ്യാനും മാത്രം കിഡ്സിന് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഈ സെക്ഷൻ ഫുള്ളും കിഡ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് 1-2 ടോയ്സും ഒക്കെ നോക്കിയിട്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലുലു ഫാഷനിലേക്കാണ് കേട്ടോ പോയത്. ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ അത്യാവശ്യം സെയിലുണ്ടായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങൾക്കൊക്കെ സെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബെൽജിയം വേഫിൾ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട് ഈ ലുലുവിൻ്റെ അകത്ത്. അവിടുന്ന് നമ്മളൊരു ചോക്ലേറ്റ് വേഫിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബെൽജിയം ചോക്ലേറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 150 റുപ്പീസാണ്. പക്ഷേ അതിന് എനിക്ക് നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഇവിടെയും നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഇല്ല. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള സ്റ്റോഴ്സിൽ ചോദിച്ചാൽ അവർ പെർമിഷൻ തന്നാൽ എടുക്കാം കേട്ടോ. ഇവിടെ ഒത്തിരി സെയിലുണ്ടായിരുന്നു, ഒത്തിരി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങിയില്ല. സൺഡേ ആയതുകൊണ്ടും പിന്നെ ഇന്നലെ ഓപ്പൺ ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കേക്കിനൊക്കെ ഇത് റീസണബിൾ പ്രൈസായിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് റീസണബിൾ പ്രൈസായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ കുറേ മഫിൻസും ചോക്ലേറ്റ് ബൺസും കേക്ക്സും പിന്നെന്താ ചിക്കൻ്റെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ നമ്മൾ 1-2 ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വെറുതെ പോയാൽ പോരല്ലോ, 1-2 ട്രൈ ഒക്കെ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ 1-2 ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിനൊക്കെ ഒത്തിരി വിലക്കുറവിലുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് കിട്ടും ഇതുപോലെ പുഡിങ്സ് കാര്യങ്ങൾ, ചീസ് കേക്കൊക്കെ കേട്ടോ ഇരിക്കുന്നതൊക്കെ. ഇതിനൊക്കെ അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുക്കീസും അങ്ങനത്തെ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇവർക്ക് തന്നെ ഇത് ബേക്കേഴ്സ് എന്നാണ് കേട്ടോ സ്റ്റോറിൻ്റെ പേര്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ ടിക്ക ക്രോസൻ്റ് ആയിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ്റെ തന്നെ ഒരു സാൻഡ്വിച്ച് പോലത്തെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും അത്യാവശ്യം ചിക്കൻ ക്രോസൻറ്റിന് 60 റുപ്പീസും പിന്നെ ചിക്കൻ സാൻഡ്വിച്ചിന് 80 റുപ്പീസും ആയിരുന്നു കേട്ടോ. കോഫി അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള കോഫിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ 2 ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 2 അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോറിൻ്റെ അകത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാൻ, അവിടെ തന്നെ ബില്ലടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടിപ്പുറത്ത് നമ്മുടെ മാക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കിട്ടും. അവരുടെ വലിയൊരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 2 ഐസ്ക്രീമൊക്കെ മേടിച്ച് പിന്നെ ലുലു മാൾ കോട്ടയം എന്ന് എഴുതിയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ച ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ കഴിച്ചത് ഫുഡ് ഐറ്റംസാണ്. അതിന് പെട്ടെന്ന് ബില്ലടിച്ച് കിട്ടും. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ ബില്ലടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ക്യൂവിൽ നിർത്തിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട്. അതുപോലെ തിരക്കാം. കാറിലൊക്കെ പോയാൽ ഇന്നൊന്നും നമ്മളവിടെ എത്തത്തില്ല. സ്കൂട്ടറിലായതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയത്. കാറിലാണെങ്കിൽ നല്ല ബ്ലോക്കാണ്. കോടിമലയിൽ നിന്ന് മണിപ്പുഴ വരെ നല്ല ബ്ലോക്കാണ്. ഇപ്പൊ അവരെ പോലീസുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇന്നൊന്നും തീരുമെന്ന് തോന്നില്ല, അതുപോലെ തിരക്കാം. അവിടെ മെയിനായിട്ട് കുറച്ച് സ്റ്റോറൊക്കെ ഉള്ളൂ. ലുലു ഫാഷനിലും ലുലു ഹൈപ്പർ മാർക്കറ്റിലും നല്ല സെയിലുണ്ട്. അത്യാവശ്യം നല്ല ഓഫറും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 2 വാങ്ങിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഫുഡ് കോർട്ടിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്. ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന എഗ് പഫ്സ് ആട്ടോ. ഇത് 1 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 20 രൂപയായിരുന്നേ. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ചിക്കൻ ഡാനിഷ് ടേസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതിന് 45 രൂപയായിരുന്നു കേട്ടോ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോന്ന് അറിയത്തില്ല, പക്ഷെ സംഭവം ഇതാണ്. ഇത് ചിക്കന്റെ ഒരു ഇതായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഡോണറ്റിന് 40 രൂപയായിരുന്നു കേട്ടോ. ഇത് ഓറിയോ ഡോണറ്റാ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 1-2 നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാ കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ചിക്കൻ സോസേജ് മയണൈസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് 65 രൂപയാണ്. ഇതില് 8 പീസ് ഉണ്ട് കേട്ടോ. 8 പീസും മയണൈസും കൂടെ, ഒരു ബ്രെഡും മയണൈസും മിക്സ് ആണ് വരുന്നത്. ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ചോക്ലേറ്റ് ബ്രെഡാണ് കേട്ടോ. ഇത്
5 പീസ് ഉണ്ട്, 5 ബ്രെഡായിട്ടാണ് അതിനെ കൊടുത്തേക്കുന്നത്. ഇതിന് 99 രൂപയുണ്ടോ. ഇതിനകത്ത് ചോക്ലേറ്റ് ഫില്ലിങ്സ് ആണെന്നാണ് അവർ പറഞ്ഞത്, അറിയില്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇത് ആക്ച്വലി ഇത് ചോക്ലേറ്റ് ബ്രെഡാണ്, ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഫില്ലിങ്സ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ടേസ്റ്റേഴ്സ് വലിയ ഇതില്ലാന്ന് തോന്നുന്നു, ബ്രെഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ. പിന്നെ നമ്മൾ വെച്ച് വെക്കുന്ന ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ, ലുലുവിന്റെ. അവിടെ സെയിൽ ഉണ്ടായിരുന്നു ബാഗിനൊക്കെ. നമ്മൾ ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുന്നവർക്ക് ബാഗിന് നല്ല സെയിലുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയ ബാഗുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ബാഗാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഒരു ബാക്ക് ബാഗാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1399 രൂപയായിരുന്നു. ഇതവിടെ സെയിലിന് അവരിട്ടേക്കുന്നതായിരുന്നു 599 രൂപയ്ക്ക്. ഇത് പക്ഷെ നല്ല ബാഗാണ്, അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. ഇതിന് പല കളർ ഉണ്ടായിരുന്നു, നമ്മൾ ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ടോ, ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്ഥിരം ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് 599 രൂപ നഷ്ടമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒത്തിരി ഹാൻഡ് ബാഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിന്റെ അകത്തൊന്നും ക്യാമറ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. ഫുഡ് കോർട്ടില് ഫുഡ് വെച്ചേക്കുന്ന അവരുടെ റെസ്റ്റോറന്റിലുള്ളവരുടെ പെർമിഷൻ എടുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ 1-2 കേക്സിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. കേക്കിനൊക്കെ ഭയങ്കര ഓഫർ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം 1 kgയുടെയൊക്കെ 890 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ നല്ല സെയിലായിരുന്നു കേട്ടോ. ബ്ലൂബെറീസ്, നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഹോം മേക്കേഴ്സിനൊക്കെ പറ്റിയ കുറെ സാധനങ്ങൾ, മോൾഡുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അതിന്റെ അകത്ത്. നമ്മൾ 1-2 വീഡിയോ എടുത്തേക്കുന്നത് ഞാൻ എന്റെ അകത്ത് ഇട്ടേക്കാം. അത് പക്ഷെ അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ എടുത്ത കേട്ടോ. ഫാഷൻ സ്റ്റോറിൽ ഒത്തിരി സെയിൽ ഉണ്ടായിരുന്നു. നമുക്ക് ജീൻസിനും ടോപ്പിനും ലുലുവില് അവരുടെ സാരിയുടെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി ഓഫർ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു അതിന്റെ അകത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാട്ടോ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ബാക്കിയുള്ളൊക്കെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്